ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്നൊന്ന് ബീച്ച് വരെ പോയിട്ട് വന്നാലോ? ഈ ത്രിബിൾ അടിച്ച് പോകുന്നത് ബീച്ചിലെ സൺസെറ്റ് കാണാനാണ്. മംഗലാപുരത്ത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളതിൽ ഒന്നാണ് ബീച്ച്. നമ്മുടെ നാട്ടിലെ ബീച്ച് പോലെ നല്ല രസമാണ് അവിടുത്തെ ബീച്ച് കാണാൻ. നമുക്കിവിടെ കോളേജിന്റെ അടുത്ത് ആ കൂടിയുള്ള ഒരു ബീച്ചാണ്. ഒരു ലീവ് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ ഓടി പോവാ ബീച്ചിക്കാണ്. അവിടെ നിന്ന് ഒരു കുട്ടി എന്തെല്ലോ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ വീഡിയോ എടുത്തു. ബീച്ചിൽ കരയ്ക്കടി ഞാൻ തിമ്മിങ്ങലം പോലെ ഒരു കപ്പലുണ്ട്. ഇത് കുറെ നാളുകളായി ഇവിടെ ഉള്ളത്. ഇവിടെ എന്നും അന്നൊട്ട് കാണാൻ തുടങ്ങിയതാണ് ഇത്. ഇതിപ്പോ എന്തോ പണി നടക്കുന്നുണ്ട്, അത് അവിടുന്ന് മാറ്റാണ്. നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് സൺസെറ്റ് ഒക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. കറക്റ്റ് സൺസെറ്റിന്റെ ടൈമിലാണ് പോയത്. സണ്ണിങ്ങനെ മായുന്ന ആ ഒരു കറക്റ്റ് വ്യൂ ഞങ്ങക്ക് കിട്ടി. എടുത്ത വീഡിയോ കുറെ വട്ടം നോക്കിയിരുന്നു ഒരു ടീംസ് അത് കപ്പലിന്റെ ഉള്ള ആളെ കണ്ടിട്ട് എന്താ അവിടെ നടക്കണേ നോക്കി നിൽക്കുന്നുണ്ട്. ഒരാളത് ഒറ്റയ്ക്ക് നടക്കാൻ വയ്യാണ്ട് ആദ്യം ഒരു ബോൾ തട്ടി, പിന്നെ അതിന്റെ പിന്നാലെ ഓടി, പിന്നെയും തട്ടി നടന്ന് അങ്ങനെ ഓടി 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 നടക്കുന്നുണ്ട്. ഒരു ടീംസ് അത് കടൽ വെള്ളത്തിൽ ഇറങ്ങി നീരാടുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഞണ്ടിനെ പോലത്തെ ഒരു സാധനത്തിനുണ്ട്. പിന്നെ നോമ്പ് തുറന്നോണ്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പത്തിനും സണ്ണിനെ കാണാനില്ല, സണ്ണൊക്കെ പോയി. അങ്ങനെ സൺസെറ്റ് കാണാൻ വന്നിട്ട് സണ്ണില്ലാണ്ട് ഇനി നിന്നിട്ട് കാര്യമല്ലോ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ റിട്ടേൺ മടങ്ങി. ഒത്തിരി ചൂടായോണ്ട് തോന്നുന്നു കടലങ്ങ് ഉള്ളിലോട്ട് വലിഞ്ഞ്. കടലമ്മയ്ക്കൊന്നും പഴയ പോലെ ഒരു ഉഷാറില്ലെന്നേ. ഇവിടെ ഫിഷിങ്ങിന്റെ ഏരിയ ആയതുകൊണ്ട് കുറെ വെള്ളം കണ്ട് ഇവിടെ നിന്ന് നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും. ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് റൂമിൽ പോകാൻ വിചാരിച്ചു. അപ്പൊ റൂമിൽ പോകാൻ വിചാരിച്ചപ്പോഴാണ് ഒരാൾക്ക് സേവ്പൂരി കഴിക്കാൻ നല്ല ആഗ്രഹം. പിള്ളേരൊരാഗ്രഹം പറഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമുക്ക് അങ്ങ് സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ. അപ്പൊ ഒന്നും നോക്കട്ടെ, തോമസ് കുട്ടി വണ്ടി വിട്ടോടാന്ന് പറഞ്ഞ് നേരെ പാനിപ്പൂരി ഷോപ്പിലോട്ട് പോയി. അവിടുന്ന് സേവ്പൂരി ഒക്കെ ഓർഡർ ചെയ്ത് നമ്മളങ്ങനെ കഴിച്ച് അത് കഴിഞ്ഞ് നേരെ റൂമിൽ പോയി. അപ്പൊ അത്ര ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ ഓക്കെ, ബൈ.